തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പിരിവ് തടഞ്ഞ പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിടുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ്. സജോ ദേവസ്യ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സജോ, ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ ടോൾ പിരിവ് തുടങ്ങിയ ഇടമാണ്. ഏതായാലും ഇപ്പോഴും ആ ടോൾ പ്ലാസയുടെ നിയന്ത്രണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിലാണോ? ഗോകുൽ, തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസയുടെ നിയന്ത്രണം നിലവിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ ഇവിടുത്തെ ടോൾ പിരിവ് പൂർണ്ണമായും തടഞ്ഞ് വാഹനങ്ങൾ സ്വതന്ത്രമായി കടത്തിവിടുകയാണ്. പ്രധാനപ്പെട്ട ആരോപണം, ടോൾ പ്ലാസയിൽ വലിയ ബ്ലോക്കാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം നാട്ടുകാരുടെ പരാതിയും അതുതന്നെയാണ്. ടോൾ ബൂത്തിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ്. 6 വരി ടോൾ ബൂത്തിലെത്തുമ്പോൾ 4 ചുരുങ്ങും. അതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ നയം തന്നെ, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി പൊതുവായി സ്വീകരിക്കുന്ന നയം 60 കിലോമീറ്ററിന്റെ ഇടയിൽ ഒരു ടോൾ പ്ലാസ എന്നതാണ്, ടോൾ ബൂത്ത് എന്നതാണ്. ഈ ബൈപ്പാസ് 18.6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ടോൾ ബൂത്ത് നിയമപരമായി സ്ഥാപിക്കാൻ കഴിയുകയില്ല എന്നൊരു വിമർശനം കൂടിയുണ്ട്. അത് 2 വർഷത്തേക്ക് താൽക്കാലികമായി സ്ഥാപിച്ചൊരു ടോൾ ബൂത്താണ്. ഇവിടെ ഈ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് വരെ ടോൾ പിരിവ് നിർത്തിവെക്കുക. ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടോൾ പിരിവിലേക്ക് പോയിരുന്നു. നമ്മളോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ പറയുന്ന വിമർശനം? എന്താണ് നമ്മൾ ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഒരു കേന്ദ്ര നയം അനുസരിച്ച് ഒരു നാഷണൽ ഹൈവേയിൽ 60 കിലോമീറ്റർ പരിധിയിൽ മാത്രമേ ഒരു ടോൾ ബൂത്ത് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ആ നിയമങ്ങളെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് 18.6 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു ഹൈവേയിൽ പൂർണ്ണമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ പണി പൂർത്തിയാവുന്നതിന് മുമ്പ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഇവിടെ ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുകയാണ്. ഇവർ പറയുന്നത് ഒരു താൽക്കാലിക ടോൾ ബൂത്താണ്, ഞങ്ങൾ പിന്നീട് പണി പൂർത്തിയാകുമ്പോൾ മറ്റിടത്തേക്ക് മാറ്റുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്നത്, ഇപ്പൊ ജനങ്ങൾ മണിക്കൂറുകളോളം ഇവിടെ വഴിയിലാണ്. ഹാഷ്ടാഗ് ഉള്ളവനും ഇല്ലാത്തവരും ഒക്കെ ഒരേ ലൈനിൽ ക്യൂ നിൽക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥ മാറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വരെ ഇവിടെ ടോൾ പിരിവ് നടത്താൻ പാടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അത് അല്ലാത്ത രീതിയിൽ ടോൾ പിരിവ് നടത്താൻ അവർ മുന്നോട്ട് വരികയാണെങ്കിൽ ഏതറ്റം വരെ പോയിട്ടാണ് ഞങ്ങൾ തടയും. 6 വരി 4 വരിയായിട്ട് ഇവിടെ ചുരുങ്ങുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം 6 വരി പാത റോഡുകൾ വരികയാണെങ്കിൽ അതിന് 24 ലൈൻ ടോൾ ആവശ്യമാണ്. ഒരു വരിയിൽ 12ഉം മറ്റൊരു വരിയിലേക്ക് 12ഉമായി 24 ലൈൻ. കേവലം ഇവിടെയുള്ളത് 4 ലൈനാണ്. ഈ 6 വരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ 4 വരിയിലേക്ക് ചുരുങ്ങുമ്പോൾ അതിഭീകരമായ ബ്ലോക്കാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇതിനെതിരെ ജനങ്ങൾ നിരന്തരമായി പ്രതികരിക്കുകയാണ്. ഇത് ഈ 2 ഗവൺമെന്റുകൾ, ഞങ്ങളുടെ കുട്ടിയാണ് ഇത്, ഈ ഒരു വികസനം എന്ന് പറയുന്ന 2 ഗവൺമെന്റുകളുടെ ഭാഗമായി മാറ്റുവാൻ ഈ ഗവൺമെന്റുകൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറാവണം. 130 രൂപയാണ് ഒരു കാറിന്റെ കയ്യിൽ നിന്ന് ഈ ടോളിലേക്ക് വാങ്ങുന്നത്. അത് തിരിച്ചു മാഹിയിൽ പോയി തിരിച്ചു വരുവാനും 130 രൂപയാണ്. ഇതൊരു കൊള്ള നടത്തുമ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കും. ഈ ടോൾ പിരിവ് ഇവിടെ അവസാനിപ്പിക്കുക, ജനങ്ങൾക്ക് സൗകര്യങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് ഈ ടോൾ കൊണ്ടുപോകുന്നുള്ളതാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അതാണ് നമുക്ക് ഇവിടെ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും. അതായത് ഈ കാണുന്നത് 3 വരി ലൈനാണ്, അതായത് 6 വരി ടോട്ടൽ. അത് പക്ഷേ ഇവിടെ വരുമ്പോൾ 2 ലൈനായി ചുരുങ്ങുന്നത് കാണാം. ഇങ്ങനെ 4 ലൈനായി ചുരുങ്ങുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഫാസ്ടാഗിലേക്ക് എല്ലാവരും എത്തിയിട്ടില്ല. അതുകൊണ്ട് നേരിട്ട് പണം നൽകുമ്പോൾ ഇരട്ടി തുക നൽകണം. അതിൻ്റെ പേരിൽ തർക്കം, ആംബുലൻസുകൾ കടന്നു പോകാൻ അതിന് തർക്കങ്ങൾ, അങ്ങനെ പൊതുവിൽ ഇവിടെ വലിയ തോതിലുള്ള പ്രതിസന്ധിയും. തലശ്ശേരി മാഹി ബൈപ്പാസിൽ വളരെ ദൂരത്തിൽ ബ്ലോക്ക് രൂപപ്പെടുന്നു. ഒപ്പം വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യത്തിൽ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഫാസ്ടാഗ് ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ ഇരട്ടി തുക എന്ന് തുടങ്ങി, ഒപ്പം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ, ഇവിടെ ലൈനുകൾ കൃത്യമായി സ്ഥാപിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ അശാസ്ത്രീയതയുണ്ട് എന്നതാണ് വിമർശനം. അതായത് കൃത്യമായും ദേശീയപാത അതോറിറ്റിയുടെയും കേന്ദ്ര മാനദണ്ഡവും കൊണ്ടുള്ള ടോൾ പ്ലാസയാണ് യഥാർത്ഥത്തിൽ ഒരുക്കേണ്ടിയിരുന്നത്. അതിനു പകരം ഈ 2 വർഷത്തേക്ക് താൽക്കാലികമായി വളരെ വേഗത്തിൽ പണം പിരിക്കുക, ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ടോൾ പിരിവിലേക്ക് പോയി. അത് ആളുകളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ പാത ലക്ഷ്യം വെച്ച അതെന്താണോ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ നൽകേണ്ടത്, അതിന് ഘടകവിരുദ്ധമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ്. നിലവിൽ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ സാധാരണഗതിയിൽ വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്ന ഈ സംഗതികൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എടുത്തു മാറ്റിയിരിക്കുകയാണ്. അതായത് ഹഡിൽ വെക്കുന്നു, ആ ഹഡിൽ ഉൾപ്പെടെ നീക്കിയിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഈ ഹഡിൽ ഉൾപ്പെടെ നീക്കി
ഒരുക്കിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായും ഇപ്പോൾ ടോൾ പിരിവ് തടഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും നിലയ്ക്ക് ടോൾ പിരിവ് ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. വലിയ പോലീസ് സാന്നിധ്യമുണ്ട്. പോലീസ് പക്ഷേ അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. ഇതിൽ ഇവിടെയുള്ള ടോൾ ബൂത്ത് അധികൃതർ പറയുന്നത് NHAI ആണ്. അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ വളരെ കുറഞ്ഞ ലൈൻ മാത്രമുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പലപ്പോഴും തർക്കവും ബഹളവുമാകുന്നു. വലിയ ബ്ലോക്ക് രൂപപ്പെടുന്നു. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. വലിയ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന തങ്ങൾ നിസ്സഹായരാണ്. NHAIയുടെ പ്രൊജക്ട് ഓഫീസർ ഉൾപ്പെടെ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഇവിടെ നിയോഗിക്കപ്പെട്ട ഈ ടോൾ പ്ലാസയിൽ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം. തങ്ങൾ നിസ്സഹായരാണ്. ഈ വിമർശനങ്ങൾ വസ്തുതയാണെന്ന് അവർ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം സംസാരിച്ചപ്പോഴും നേരത്തെ നമ്മളോടുമൊക്കെ അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ശരിയാണ്, ഈ ടോൾ പ്ലാസ അശാസ്ത്രീയമാണ് എന്ന് ഇവിടെ നിയോഗിക്കപ്പെട്ട NHAIയുടെ ഉദ്യോഗസ്ഥർ തന്നെ, ഒപ്പം ഈ ടോൾ പ്ലാസയിൽ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം പറയുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും നിലയ്ക്ക് ഇതിനിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത്, അതായത് ഇവിടെ അടക്കമുള്ള ഇവിടെ വളരെ വീതിയിൽ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഉൾപ്പെടെ നീക്കം ചെയ്തുകൊണ്ട് ഈ ലൈൻ കൂട്ടുക എന്നതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ അതിൽ തീരുമാനം ഉണ്ടാകേണ്ടത് NHAI തലത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ, ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിലാണ് ഉണ്ടാവേണ്ടത് എന്നതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കടക്കമുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. സർക്കാരുകൾ അവരുടെ വികസന നേട്ട അവകാശവാദങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ, അതായത് കൃത്യമായി പണം പിരിക്കുന്ന കാര്യത്തിൽ മാത്രമേ താല്പര്യമെടുക്കുന്നുള്ളൂ എന്നൊരു വിമർശനമാണ്. കാരണം തികച്ചും ന്യായമായ വിമർശനമാണ്. അതുകൂടി പരിഗണിച്ചാണ് ഏതായാലും യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും സമരം തുടരുന്നു. ഇപ്പോൾ ഇവിടെ ടോൾ പിരിവ് ഏതായാലും പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഗോകുൽ. ശരി സജോ, ഏതായാലും തലശ്ശേരി മാഹി ബൈപ്പാസ്, ആ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം അത് BJPയും CPMഉം ഒരുപോലെ അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി വലിയ റാലിയും അതുവഴി ഉദ്ഘാടന യാത്രയും ഒക്കെ നടത്തിയ ഇടം തന്നെയാണ്. പക്ഷേ അവിടെ വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്നു ആ ടോൾ പ്ലാസ മൂലം. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അത് ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തിയതും ഇപ്പോൾ ആ ടോൾ പിരിവ് നടത്താതെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്ന തരത്തിലേക്ക് ആ ടോൾ ബൂത്തിൻ്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.